ഇന്ത്യൻ സ്ത്രീകളുടെ അടിമത്ത മനോഭാവത്തിന് മേൽപതിച്ച പ്രഹരമായിരുന്നു റാണി ലക്ഷ്മിബായി. ലോകമൊട്ടാകെ അടക്കിവാണ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് വിധേയപ്പെടാൻ ഭാരതത്തിലെ ഭരണാധികാരികൾ വഴങ്ങിയപ്പോൾ റാണി ലക്ഷ്മിബായി അതിനൊരുങ്ങിയില്ല. യുദ്ധഭൂമിയിലെ ആ മനോധൈര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പോലും പലപ്പോഴും പതറിപ്പോയി. റാണിയുടെ രക്തസാക്ഷിത്വം പാഴായി പോയില്ലെന്ന് ഇന്ത്യാ ചരിത്രത്തിലെ ഏടുകൾ നമ്മോട് പറയുന്നു. ഝാൻസി റാണി എന്ന് കേൾക്കുമ്പോഴേ അറിയാതെ നമ്മുടെ രക്തം തിളയ്ക്കും. കാരണം ഭാരതത്തിന്റെ ധീര വനിത നാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വെള്ളക്കാരോട് പടപൊരുതി അവസാനം വരെ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ച ഭാരതത്തിന്റെ വീരപുത്രിയായിരുന്നു റാണി ലക്ഷ്മിബായി. 1828 നവംബർ 19 വിശുദ്ധ നഗരമായ വാരണാസിയിലെ ഒരു മറാത്തി കർഹാദെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. മണികർണിക എന്നായിരുന്നു അവരുടെ യഥാർത്ഥ നാമം. മനുബായ് എന്നു വിളിക്കപ്പെട്ടിരുന്നു. പഠനത്തിൽ വളരെ മുമ്പിലായിരുന്നു മണികർണിക. കൂടാതെ ആയോധന കലകളിലും കുതിരസവാരിയിലും മനുബായിക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയായതുകൊണ്ട് മനുബായിയുടെ എല്ലാ ആഗ്രഹങ്ങളും പിതാവ് മൊറോബാന്ത് സാധിച്ചു കൊടുത്തു. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാർക്ക് നൽകിയ വെടിവെക്കാനായി ഉപയോഗിക്കുന്ന തിരകളിൽ പന്നിയുടെയോ പശുവിന്റെയോ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടാവാമെന്ന ഒരു വിവാദം പെട്ടെന്ന് കത്തിപ്പടർന്നു. ഉപയോഗിക്കുന്നതിന് മുമ്പ് കടിച്ചു തുറക്കേണ്ടുന്ന തിരകളായിരുന്നു ഇവ. ഇത് ഹൈന്ദവ മുസ്ലിം സമുദായത്തോടുള്ള ഒരു വെല്ലുവിളിയായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇരു സമുദായങ്ങൾക്കും ഈ മൃഗങ്ങളുടെ കൊഴുപ്പ് അശുദ്ധമായിരുന്നു. ഇത് പട്ടാളത്തിനുള്ളിൽ തന്നെ ഒരു കലാപത്തിന് വഴിവെച്ചു. ബ്രിട്ടീഷുകാർ ഇതിനെ ശിപ്പായി ലഹള എന്ന് പേരിട്ട് പരിഹസിച്ച് വിളിച്ചെങ്കിലും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി അറിയപ്പെട്ടു. ഇതോടെ 34 റെജിമെന്റിലെ മംഗൾ പാണ്ഡെ എന്ന ശിപ്പായി 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിച്ചു. മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവ് മറ്റു ശിപ്പായിമാർ നിരസിച്ചു. എന്നാൽ പിന്നീട് മംഗൾ പാണ്ഡെയെ പിടികൂടുകയും തൂക്കിലേറ്റുകയും ചെയ്തു. ഇതോടെ കലാപം എല്ലായിടത്തേക്കും വ്യാപിച്ചു. ലഹളക്കാർ കണ്ണിൽ കണ്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെയെല്ലാം കൊന്നൊടുക്കി. 1 മാസത്തിനുള്ളിൽ കലാപകാരികൾ ഡൽഹി പിടിച്ചടക്കി. കലാപകാരികൾ ഝാൻസിയിലേക്ക് അടുത്തു. ലഹളക്കാർ കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നു. ഝാൻസിയിലെ സൈനികരും ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി. കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഝാൻസി വിട്ടുപോയി. റാണിയോട് കലാപകാരികൾ ധനം ആവശ്യപ്പെട്ടു. റാണി തന്നാലാകും വിധം അവർക്ക് സഹായം ചെയ്തു കൊടുത്തു. രാജ്യം അരാജകത്വത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. തുടർന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ ധീര വനിത ഏറ്റെടുത്തു. ഝാൻസി പതുക്കെ റാണി ലക്ഷ്മിബായിയുടെ പൂർണ്ണ അധികാരത്തിലേക്ക് വരികയായിരുന്നു. ഈ സമയത്ത് ബ്രിട്ടീഷ് സൈന്യമില്ലാത്ത ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ നേതൃത്വത്തിൽ ദുർബലമായിരിക്കുമെന്ന ചിന്തയുള്ള ചില അയൽ രാജ്യങ്ങൾ ഝാൻസിയെ ആക്രമിക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നു. 4000-ഓളം സൈനികരുമായി നാത്തേഗാൻ ഝാൻസിയെ ആക്രമിക്കാൻ പുറപ്പെട്ടു. നാത്തേഗാൻ ഇരുവശങ്ങളിൽ നിന്നുമായി ഝാൻസിയെ ആക്രമിച്ചു. പക്ഷേ ധീരയായ റാണിയുടെ തന്ത്രങ്ങൾക്കു മുന്നിൽ പരിചയസമ്പന്നയായ നാത്തേഗാനു പിടിച്ചു നിൽക്കാനായില്ല. തന്റെ യുദ്ധസാമഗ്രികൾ വരെ ഉപേക്ഷിച്ചുകൊണ്ട് നാത്തേഗാന് ഝാൻസി വിട്ട് തോറ്റോടേണ്ടി വന്നു. ഈ വിജയം ലക്ഷ്മിബായിക്ക് എന്തെന്നല്ലാതെ ആത്മവിശ്വാസം നൽകുകയുണ്ടായി. ഭരണനിർവഹണത്തിൽ റാണി അതിസമർത്ഥയായി. ശിപ്പായി ലഹളയ്ക്ക് ശേഷം ഏതാണ്ട് 1 വർഷത്തോളം റാണി ഝാൻസി ഭരിക്കുകയുണ്ടായി. നീതി നിർവഹണത്തിലും ഭരണനിർവഹണത്തിലും അതീവ നൈപുണ്യമാണ് റാണി കാഴ്ചവെച്ചത്. കാര്യങ്ങളിൽ യാതൊരു പരിചയമില്ലാതിരുന്നിട്ടും തന്റെ കഴിവിനേക്കാളും മികച്ച രീതിയിൽ ഝാൻസിയുടെ ഭരണം നിർവഹിക്കാൻ റാണിക്ക് കഴിഞ്ഞു. സമാധാനവും സന്തോഷവും ഝാൻസിയിലേക്ക് തിരിച്ചു വന്നു. ഈ സമയത്ത് ഝാൻസിയിൽ ചില വ്യവസായശാലകൾ സ്ഥാപിക്കാനും അവർ മുൻകൈയെടുത്തു. ഭർത്താവിന്റെ മരണശേഷം ബ്രാഹ്മണ സ്ത്രീകൾ ധരിക്കേണ്ടതായ മൂടുപടം അവർ ഉപേക്ഷിച്ചു. മാത്രമല്ല കൊട്ടാരത്തിന്റെ ദർബാർ ഹാളിൽ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. കൂടുതൽ ശ്രദ്ധ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഉച്ചനേരത്തെ വിശ്രമം പോലും വേണ്ടെന്ന് വെച്ചു. ഭാരപ്പെട്ട ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ റാണിക്ക് കേവലം 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പിന്നീട് സമാധാനത്തോടെ കഴിഞ്ഞ ഝാൻസിയിലേക്ക് ബ്രിട്ടീഷുകാർ രാജ്യത്തെ ശക്തിപ്പെടുത്താൻ വരികയാണെന്നും റാണി കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ റാണി തയ്യാറായില്ല. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തു പിടിച്ചു നിന്നു. താന്തിയോ തോപ്പിയും നാനാ സാഹേബും സൈനികരെ അയച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ തോക്കിനു മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ ഝാൻസിയിലെ പടയാളികൾക്കായില്ല. പക്ഷേ ബ്രിട്ടീഷ് സൈന്യം മുന്നേറുകയായിരുന്നു. അവസാനം കൊട്ടാരം വിട്ടുപോകാൻ റാണി തീരുമാനിച്ചു. മകനെ പുറത്തു ചേർത്ത് ബന്ധിച്ച ശേഷം ബാദൽ എന്ന കുതിരയുടെ പുറത്തു കയറി കോട്ടയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി റാണി രക്ഷപ്പെടുകയായിരുന്നു. ഈ സാഹസ്യത്തിൽ കുതിര അന്ത്യശ്വാസം വലിച്ചുവെങ്കിലും റാണിയും പുത്രനും രക്ഷപ്പെട്ടു. ആ കുതിരപ്പുറത്ത് നിന്ന് ചാടുന്ന ദൃശ്യം ഇന്നും നമുക്ക് ഝാൻസി കോട്ടയിൽ ശില്പത്തിന്റെ രൂപത്തിൽ കാണാൻ സാധിക്കും.